വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒമേഗ വാച്ചസിന് വിലയിട്ട ഒരു ഏഷ്യയിലെ വാച്ച് ഭീമനുണ്ട്. അവരുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വാച്ച് മൂവ്മെൻറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സ്വിസ് വാച്ചുകൾ എത്ര തന്നെ സൂപ്പറാണ്, ഫേമസ് ആണ്, ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞാലും A to Z വാച്ചിൻ്റെ എല്ലാ പാർട്സും ഉണ്ടാക്കി സ്വന്തമായി ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് വാച്ച് ഉണ്ടാക്കാൻ കെൽപ്പുള്ള 3 കമ്പനികളെ എന്നുള്ളൂ. അതിൽ 2 ഏഷ്യ എന്നുള്ളതാണ്. അതിലെ ഒരാളായ സീക്കോ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ആ വാച്ച് ഭീമൻ. അവരുണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ? അതായത് മെക്കാനിക്കൽ വാച്ചിന് കോട്സിലുണ്ടായ കുട്ടി എന്ന് പറയുന്ന പോലത്തെ ഒരു മൂവ്മെൻറ്റാണത്. അതിൻ്റെ പേരാണ് സ്പ്രിംഗ് ഡ്രൈവ്. ഇങ്ങനെ മാസമായിട്ട് കുറേ കാര്യങ്ങൾ തള്ളി. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലനേഷൻ പറയണമെങ്കിൽ ചെറിയ ഹിസ്റ്ററി പറയേണ്ടി വരും. അത് സ്വാഭാവികമാണല്ലോ. നമുക്കൊരു ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങാം. എൻ്റെ ഈ ചാനലിൽ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് ETA എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആയ കമ്പനീനെ പറ്റിയും പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയ നിക്കോളാസ് ജി ഹയക്ക് എന്ന് പറഞ്ഞ ആളെ പറ്റിയൊക്കെ വിശദമായിട്ട് 2 വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ സന്ദർഭങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് സ്വിസ് വാച്ച് ഇൻഡസ്ട്രി ഒരുപാട് പ്രതിസന്ധിയുടെ കടന്നുപോയിട്ടുണ്ട്. വേൾഡ് വാറുമായിട്ടും അമേരിക്കയിലുണ്ടായ അല്ലെങ്കിൽ യൂറോപ്പിലുണ്ടായ ഒരുപാട് സാമ്പത്തിക പ്രശ്നമൊക്കെ ആയിട്ട് ഈ സ്വിസ് വാച്ച് ഇൻഡസ്ട്രി മുഴുവൻ തകർന്ന് തരിപ്പണായി നിൽക്കുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റും സ്വിസ് ബാങ്കുകളൊക്കെ കൂടി ഈ നിക്കോളാസ് ജി ഹയക്ക് എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളൊക്കെ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഡിറൈവ് ചെയ്ത് ഇതിനെ ഒരു ലാഭത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ സ്വിസ് ബാങ്കുകൾക്ക് മുഴുവൻ ഇതെടുത്ത് വിൽക്കാനായിരുന്നു താല്പര്യം. ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിക്കോളാസ് വന്നില്ലെങ്കിൽ ആ വാച്ച് കമ്പനികൾ മുഴുവൻ എടുത്ത് അവർ വിറ്റേനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കാണാൻ ഞാൻ ഇതിൽ ലിങ്ക് ഇടുന്നുണ്ട്. ആ കഥാസന്ദർഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സ്വിസ് ബാങ്കുകൾ ഈ കമ്പനി മുഴുവൻ എടുത്ത് വിൽക്കാനുള്ള താല്പര്യത്തിൽ നിന്നിരുന്നത്. പിന്നെ ഇങ്ങോര് തന്നെ മുന്നോട്ട് ഇറങ്ങിയിട്ടാണ് ഈ വിൽപ്പനയിൽ ഒരു തടഞ്ഞത്. ആ സന്ദർഭത്തിലാണ് ഈ ഞാൻ മുൻ പറഞ്ഞ കാര്യം നടന്നത്. അതായത് ഇതിൻ്റെ പല മീറ്റിങ്ങുകൾക്കും പല പ്രൊമോഷനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് അമേരിക്കയിലുള്ള സമയത്ത് സീക്കോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രസിഡൻറ്റ് ഇയാളെ കാണുകയാണ്. എന്നിട്ട് ഇയാളോട് നേരിട്ട് പറയാണ്, നിങ്ങളൊന്നും വാച്ച് ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരല്ല, നിങ്ങൾക്കൊക്കെ ചീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ 400 മില്യൺ സ്വിസ് ഫ്രാങ്കിന് ആ ഒമേഗ വാച്ചസ് ഞാൻ വാങ്ങിക്കോളാം എന്ന് നേരിട്ടങ്ങ് പറയുന്നു. അപ്പോൾ ഇത്രയധികം വാച്ചുകൾ അവിടെ ഉണ്ട്, അത് മുഴുവൻ അവർ വിൽക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ സീക്കോയിലത്തെ ആൾ പോയി ഒമേഗ വാച്ചസ് ചോദിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. സംഭവം നിക്കോളാസ് ജി ഹയക്ക് ആ വാച്ച് വിറ്റില്ല. അയാൾ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് എൻ്റെ മരണത്തിന് ശേഷമായിരിക്കും. അങ്ങനെ ആ കഥ അവിടെ സ്റ്റോപ്പായി. ഞാൻ ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും, ഈ കഥയൊക്കെ ഇപ്പോൾ എന്തിനാ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതിനുണ്ട് കാരണം. ഇതിന് ശേഷമാണ് 1969 ഈ സീക്കോ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ലോകത്തിലെ ആദ്യമായിട്ടുള്ള കോട്സ് വാച്ച് അവതരിപ്പിച്ചത്. ഈ കോട്സ് വാച്ച് അവതരിപ്പിച്ചപ്പോൾ എന്തായി, അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് 1600-ലധികം സ്വിസ് വാച്ച് കമ്പനികൾ ഉണ്ടായിരുന്നത് ഈ കോട്സ് വാച്ച് ഇറങ്ങിയോടുകൂടി ഒരു 3-4 വർഷത്തിനുള്ളിൽ 1000 കമ്പനികളെ കൂട്ടി 600 കമ്പനിയിലേക്ക് ചുരുങ്ങി. അത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് ഇവർ ഈ കോട്സ് വാച്ച് ഇറക്കിയത്. സീക്കോ ഇൻസ്ട്രുമെൻ്റ് അല്ലേ, ഏഷ്യൻ ജീനല്ലേ, അവിടെയും കൊണ്ടൊന്നും അവസാനിപ്പിച്ചില്ല. ഇവരോട് പല വാച്ചുകളും വിൽക്കണ്ടോ എന്ന് ചോദിച്ചാൽ അവർ കൊടുക്കാത്ത ഇത് വെച്ചിട്ട് സീക്കോ അവിടെയൊന്നും നിർത്താതെ വീണ്ടും പണി തുടങ്ങി. ഒരു 3-5 വർഷത്തിനുള്ളിലൊക്കെ സ്വിസ് വാച്ചുകളൊക്കെ ഈ തിരിച്ച് വീണ്ടും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇതായി ഒരു കോട്സ് വാച്ചും മെക്കാനിക്കൽ വാച്ചും ഒന്നിച്ചുണ്ടാക്കാൻ തുടങ്ങി ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ. അങ്ങനെ അവർ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ സീക്കോ അത് വേറൊരു പുതിയ പ്രശ്നങ്ങളായിട്ട് വരുന്നു. എന്താണെങ്കിൽ അവർ കോട്സ് വാച്ചോ മെക്കാനിക്കൽ വാച്ചോ മാത്രമല്ല ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അവർ അവിടെ നിന്ന് മുകളിലേക്ക് കയറി. എന്താ കാരണം? കോട്സ് വാച്ചിൻ്റെ ആക്യുറസി ലോകത്ത് ഒരു മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് വാച്ചുകൾക്കും തരാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ഒരു എഞ്ചിനീയർക്ക് തോന്നുകയാണ്, എന്തുകൊണ്ട് ഈ കോട്സ് വാച്ചിലത്തെ ഈ ആക്യുറസി നിലനിർത്തുന്ന ഒരു ഘടകമെടുത്ത് മെക്കാനിക്കൽ വാച്ചുമായി ലിങ്ക് ചെയ്ത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ വാച്ച് ഉണ്ടാക്കിയാൽ. സംഭവം അന്നൊരു വൈൽഡ് തിങ്കിങ് ആണെങ്കിലും സംഭവം അത് അവർ നടത്തി കാണിച്ചു. അതാണ് ഈ സ്പ്രിംഗ് ഡ്രൈവ്. കാര്യങ്ങളൊന്നും കൂടി ഡീപ്പായിട്ട് പോവാം. ഈ കോട്സ് വാച്ചുകൾ ഇറങ്ങിയ സമയത്ത് ഇതിന് ഭയങ്കര വില കൂടുതലും അല്ലെങ്കിൽ ആക്സെപ്റ്റൻസും ഒക്കെ ആണെങ്കിലും പിന്നെ ഗ്രാജുവലി അതിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരാൻ തുടങ്ങി. അതെന്താ കാരണം വെച്ചാൽ ഇതൊരു മാസ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഒരു സംഭവം മാസമായിട്ട് കിട്ടിയാൽ പിന്നെ അതിൽ ലക്ഷറി ആവണമെങ്കിൽ അതിന് വില കൂടുതലായിരിക്കണം, കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കണം. അങ്ങനത്തെ ഒരുപാട് ഘടകമുണ്ട്. ആൾക്കാർക്ക് പതുക്കെ ഈ ലക്ഷറി ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു കോട്സ് വാച്ചിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു. പിന്നെ അതുകൂടാണ്ട് അതിനിടയ്ക്ക് ഈ ബാറ്ററി മാറ്റണമല്ലോ.
അതാണ് സീക്കോനെ ഇങ്ങനെ ഒരു തിങ്കിങ്ങിലേക്ക് കൊണ്ടുവന്നത്. 1977 സീക്കോയുടെ എഞ്ചിനീയറായ യോഷിക്കാസ അക്കഹാനെ എന്ന് പറഞ്ഞ ഒരു കക്ഷിയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1982 തന്നെ അവർ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് തന്നെ ഇവർ ഇതിന് 230ഓളം പാറ്റന്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഫസ്റ്റ് വാച്ച് റിലീസ് ചെയ്യുന്നത് 1999 അതിന് ഒരുപാട് റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന IC ചിപ്പിൻ്റെ പവർ കൺസപ്ഷൻ ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതായത് സാധാരണ കോട്സ് വാച്ചുകളിലൊക്കെ IC ചിപ്പ് പ്രവർത്തിക്കാൻ സെപ്പറേറ്റ് ഒരു ബാറ്ററി ഉണ്ട്. ഇതിൽ ബാറ്ററി ഇല്ല. ആ ബാറ്ററി ഇന്ന് കിട്ടുന്ന പവറിന് പകരം ഇലക്ട്രിക് എനർജീനെ ഇതിൽ ഉണ്ടാക്കണം, ഈ മെയിൻ സ്പ്രിങ്ങിൽ നിന്ന് വരുന്ന എനർജി ഉപയോഗിച്ചിട്ട്. ആ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ട് 48 മണിക്കൂർ പോലും പവർ റിസർവ് നിലനിർത്താൻ പറ്റാണ്ട് ഒരു ബുദ്ധിമുട്ടി. പക്ഷേ ഇപ്പം ഇറങ്ങുന്ന പല വാച്ചുകളും 5 ദിവസം വരെ പവർ റിസർവ് ഉള്ള വാച്ചുകളാണ്. അതാണ് ഇവരുടെ ഇതിലെ ഒരു മെയിൻ സക്സസ്. അതായത് 2005 ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഓട്ടോമാറ്റിക് വൈൻഡിങ്ങോട് കൂടിയ സ്പ്രിംഗ് ഡ്രൈവ് പുറത്തു വരുന്നത്. അതിന് 600ഓളം പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവർ അതിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ വാച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം പറയണം. മെക്കാനിക്കൽ വാച്ചുകളിൽ സാധാരണ എന്താ ഉണ്ടാവുക, അതിൽ ഒരു മെയിൻ സ്പ്രിംഗ് ഉണ്ടാവും. അത് വൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പവർ സേവ് ചെയ്യുന്നത്. അതിനെ ഒരു പ്രത്യേക റെഗുലേറ്റർ സിസ്റ്റം ഉപയോഗിച്ച് റെഗുലേറ്റ് ചെയ്ത് അതിൻ്റെ എനർജി റിലീസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഗിയർ ട്രെയിൻസ് ഒക്കെ കൺട്രോളിൽ തിരിച്ചിട്ടാണ് മണിക്കൂറും മിനിറ്റും സെക്കൻഡ്സും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്താണെങ്കിൽ ഈ മെയിൻ സ്പ്രിങ്ങും ബാരലും കൂടാതെ അതിന് ഒരു റെഗുലേറ്ററി സിസ്റ്റം ഉണ്ട്. അതായത് അതിൽ എസ്കേപ്മെന്റ് വീല്, ഹെയർ സ്പ്രിങ്, പാലറ്റ് ഫോർക്ക്, ബാലറ്റ് വീല്, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതാണ് ഒരു മെക്കാനിക്കൽ വാച്ച്. അപ്പോൾ ഈ മെക്കാനിക്കൽ വാച്ചുകൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് ആക്യുറസിക്ക് ഡിഫറൻസ് വരുന്നതെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു പോകാം. അതായത് ഇതിൻ്റെ വൈബ്രേഷൻ പെർ സെക്കൻഡ് എന്ന് പറയും. അത് ചില വാച്ചുകൾക്ക് 36,000 വൈബ്രേഷൻ പെർ അവർ, ചിലതിന് 25,000 ഉണ്ട്, 21,600 ഉണ്ട്, 17,000 ഉണ്ട്. ഇതിൻ്റെ വൈബ്രേഷൻസ് കൂടുന്തോറുമാണ് ഇതിൻ്റെ ആക്യുറസി കൂടുക. അതിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. വൈബ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഓസിലേഷൻസിൻ്റെ നമ്പർ കൂടും, അതിനനുസരിച്ച് ഇതിന് തേയ്മാനം കൂടും, അതിൻ്റെ സർവീസ് പീരീഡ് കൂടും, ഫ്രിക്ഷൻ കൂടും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നം. അതുകൂടാതെ ഇതിൻ്റെ ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യും, ഇതിലുപയോഗിച്ച ക്വാളിറ്റി എഫക്റ്റ് ചെയ്യും, ഗ്രാവിറ്റി എഫക്റ്റ് ചെയ്യും, മാഗ്നറ്റിസം എഫക്റ്റ് ചെയ്യും. അതിൻ്റെ സർവീസ് ഇൻ്റർവെൽ കൂടും. ഇതിൻ്റെ ആക്യുറസി പ്ലസ് ഓർ മൈനസ് എത്ര വേണമെങ്കിൽ ആവാം. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മെക്കാനിക്കൽ വാച്ചിന്. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്രിംഗ് ഡ്രൈവിൽ അവരൊരു പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നത്. സ്പ്രിംഗ് ഡ്രൈവിൽ അവർ കൊണ്ടുവരുന്ന ടെക്നോളജി എന്താണ്? ഈ എസ്കേപ്മെന്റ് വീല്, ഹെയർ സ്പ്രിംഗ്, പാലറ്റ് ഫോർക്ക്, ബാലൻസ് വീല്, ഈ കോമ്പിനേഷന് അവർ റീപ്ലേസ്മെന്റ് കൊണ്ടുവരികയാണ്. അതിന്റെ പേരാണ് ട്രൈ സിങ്ക്രോ റെഗുലേറ്റർ. സ്പ്രിംഗ് ഡ്രൈവില് മെയിൻ സ്പ്രിംഗ്, ഒരു ഗിയർ ട്രെയിൻ, പിന്നെ ഈ പറഞ്ഞ ട്രൈ സിങ്ക്രോ റെഗുലേറ്റർ ആണുള്ളത്. ഈ ട്രൈ സിങ്ക്രോ റെഗുലേറ്റർ എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ബാലൻസ് വീലിന് പകരം അവരൊരു ഗ്ലൈഡ് വീലാണ് ഉപയോഗിക്കുന്നത്. ഈ ഗ്ലൈഡ് വീൽ എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പിനേഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പെർമനന്റ് മാഗ്നറ്റ്, ഒരു പിവോട്ട് വീൽ, ഒരു പീനിയൻ, ഒരു ഗ്ലൈഡ് വീൽ, ഇത് കൂടിയതാണ് ഈ ഗ്ലൈഡ് വീൽ സെറ്റപ്പ്. ഇത് നിങ്ങൾ എസ്കേപ്മെന്റ് വീല് അതിൻ്റെ ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരിയണ കണ്ടുണ്ടാവും. അതിങ്ങനെ ഓസിലേഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുണ്ടായിരിക്കും. പക്ഷേ ഈ ഗ്ലൈഡ് വീല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല, അത് വെറുതെ കിടന്ന് ഇങ്ങനെ കറങ്ങുകയായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവണേ, ഇതിൻ്റെ ഫ്രിക്ഷൻ കുറയും, അതുകൂടാതെ ആക്യുറസി കൂടും. അതിനൊരു പെർട്ടിക്കുലർ നമ്പറിൽ തിരിഞ്ഞാൽ മാത്രം മതി. അതായത് 8 റൊട്ടേഷൻ ഒരു സെക്കൻഡിൽ. അപ്പോൾ ഈ 8 റൊട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർ എന്ത് ചെയ്തു, ഇവർ കോഡ്സിൻ്റെ ഒരു പാർട്ടിനെ അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതായത് കോഡ്സിൻ്റെ ആക്യുറസി ഉപയോഗിച്ച് ആ ഒരു പാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഒരു മെക്കാനിക്കൽ വാച്ചിലെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ മെയിൻ സ്പ്രിങ്ങിൽ സേവ് ചെയ്തിരിക്കുന്ന എനർജീനെ ഈ ഗിയർ ട്രെയിൻ വഴി റിലീസ് ചെയ്തിട്ട് ഈ റെഗുലേറ്ററി സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ടല്ലോ. ഈ റെഗുലേറ്ററി സിസ്റ്റത്തിലേക്ക് വന്ന് അതിനെ കൺട്രോൾ മാനറിൽ റിലീസ് ചെയ്തിട്ടാണ് ഈ ചക്രങ്ങളൊക്കെ തിരിയുന്നതും സമയം കാണുന്നത്. അവർ ആ പോർഷൻ എടുത്ത് മാറ്റി ഇവിടെ ട്രൈ സിങ്ക്രോ റെഗുലേറ്റർ വെച്ചേക്കുകയാണ്. ഈ ട്രൈ സിങ്ക്രോ റെഗുലേറ്റർ കണ്ടോ, ഈ മെക്കാനിക്കൽ എനർജി ഇതിൽ വരുമ്പോൾ, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നുണ്ട്. ആ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ ഇലക്ട്രിക് എനർജി എന്ത് ചെയ്യുന്നു, ഇവർ ഇതിൻ്റെ IC ചിപ്പിലേക്ക് അയക്കുന്നു. ഈ IC ചിപ്പ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഡ്സിനെ വൈബ്രേറ്റ് ചെയ്യുന്നു.
കോഡ്സ് അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ വേയിലുള്ള ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഒരു ചെറിയ ഇലക്ട്രിക് ചാർജ്, അതായത് ഒരു ചെറിയ ഒരു ഇലക്ട്രിക് എനർജി റിട്ടേൺ ആയിട്ട് ഈ ഐ സി ചിപ്പിലേക്ക് കൊടുക്കുന്നു. ഐ സി ചിപ്പ് അതിൻ്റെ ഇലക്ട്രിക്കൽ ചാർജിനെ തിരിച്ച് ഈ ഗ്ലൈഡ് വീലിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനെ ഒരു ഫ്രിക്ഷൻലെസ് ബ്രേക്ക് പോലെ പ്രവർത്തിച്ച് അതിൻ്റെ 8 റൊട്ടേഷൻ പെർ സെക്കൻഡിനെ നിലനിർത്തും. ഇങ്ങനെയാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. മറ്റേ ആ ബാലൻസ് വീല് ആ സെറ്റപ്പിനെ മൊത്തം റീപ്ലേസ് ചെയ്ത് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു സ്പ്രിംഗ് ഡ്രൈവ് വാച്ചെടുത്ത് ബാക്കിൽ തിരിച്ച് കേസ് ത്രൂ ബാക്കിലുള്ള അതിൽ കിടന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സംവിധാനങ്ങളൊന്നും കാണില്ലേ. നോർമലി ഒരു ചക്രം വെറുതെ കിടന്ന് കറങ്ങുന്നത് മാത്രമേ കാണുള്ളൂ. അതും തുറന്നു നോക്കിയാൽ മാത്രമേ ഈ സംഭവ വികാസങ്ങളായി കാണുള്ളൂ. പിന്നെ ഒരുപാട് പേര് തെറ്റിദ്ധാരണയുണ്ട്, ഇതിൻ്റെ ഈ കോഡ്സ് പാർട്ട് ഉണ്ടല്ലോ അത് വർക്ക് ചെയ്യാൻ ഇതിൽ ബാറ്ററി വേണം, അതൊന്നുമില്ല. ഈ മെയിൻ സ്പ്രിങ്ങിൽ നിന്ന് വരുന്ന മെക്കാനിക്കൽ എനർജീനെ ഈ ഒരു പെർമനന്റ് മാഗ്നറ്റും അതിന് ചുറ്റുമായിട്ടുള്ള ഈ കോപ്പർ കോയിലിന്റെ സെറ്റപ്പ് ഉപയോഗിച്ച് ഡൈനോമോല പോലെ ഒരു ചെറിയ ഇലക്ട്രിക് എനർജി ഇത് തന്നെ ഉണ്ടാക്കുക ചെയ്യുന്നത്. ആ ഇലക്ട്രിക് എനർജിയാണ് ഇതിലുള്ള ഐ സി ചിപ്പ് പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് കോഡ്സിനെ വൈബ്രേറ്റ് ചെയ്യുന്നു. പിന്നെ കോഡ്സിലെ പോലെ അതിൽ നിന്നുള്ള ആ ഒരു ഇൻപുട്ട് ഉപയോഗിച്ച് തിരിച്ച് ഒരു ഇലക്ട്രിക് എനർജി ഇതിലേക്കൂടെ പാസ് ചെയ്തിട്ട് ഇതിന്റെ ഈ TSR എന്ന് പറഞ്ഞ ടെക്നോളജീനെ കൺട്രോൾ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇതിൽ ടൈമിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് മോഡൽസ് ഇവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ഡ്രൈവിന്റെ ഈ വാച്ചുകൾ വളരെ ഫേമസ് ആണ്. ഇവരുടെ മൂവ്മെന്റ് മെയിൻ പാർട്സുകൾ മൊത്തം ഉണ്ടാക്കി കൊടുക്കുന്നത് എപ്സൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. എപ്സൺ സീക്കോ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ബട്ട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ അണ്ടറിൽ വാച്ച് ബ്രാൻഡുകളുണ്ട്. അതായത് പ്രശസ്തമായ ഓറിയന്റ് വാച്ചസ്, ഇതിന്റെ കമ്പോണൻസും അല്ലെങ്കിൽ മെയിൻ ഫുൾ വാച്ചും തന്നെ റിലീസ് ചെയ്യുന്നത് എപ്സൺ തന്നെയാണ്. അപ്പോൾ എപ്സൺ ആണ് ഇവർക്ക് വേണ്ടി സ്പ്രിംഗ് ഡ്രൈവ് മൂവ്മെന്റ്സിന്റെ മെജോറിറ്റി ഓഫ് ദ പാർട്സും അതിൻ്റെ അസംബ്ലിങ്ങും ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. ഈ മൂവ്മെന്റ് ഉപയോഗിച്ച് വരുന്ന ഫേമസ് ആയ വാച്ചുകളാണ് സീക്കോയുടെ അണ്ടറിലുള്ള ക്രെഡോർ എന്ന് പറഞ്ഞ ലക്ഷറി വാച്ച്, അതുകൂടാതെ ഗ്രാൻഡ് സീക്കോ, പിന്നെ സീക്കോയുടെ അണ്ടറിൽ തന്നെ വരുന്ന ഒരു മോഡലായ പ്രിസേജിലും പ്രോസ്പെക്സിലേക്ക് ചില മോഡലുകളിലും ഈ സ്പ്രിംഗ് ഡ്രൈവ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാച്ചിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 75% മെക്കാനിക്കൽ വാച്ചും 25% കോഡ്സിൻ്റെ ഒരു സെറ്റപ്പ് ആണ്. അങ്ങനെ ബാറ്ററി ഉപയോഗിക്കാതെ ഒരു മെക്കാനിക്കൽ വാച്ചിലെ മെക്കാനിക്കൽ പവറിനെ ഇലക്ട്രിക് എനർജിയായി കൺവേർട്ട് ചെയ്ത് ആ ഇലക്ട്രിക് എനർജി കൊണ്ട് ഐ സി പ്രവർത്തിപ്പിച്ച് കോഡ്സിനെ വൈബ്രേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഇൻപുട്ട് എടുത്ത് ഈ ഐ സി വീണ്ടും തിരിച്ച് ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ടെക്നോളജിയുള്ള സ്പ്രിംഗ് ഡ്രൈവ് ഇതുവരെ ഇറങ്ങിയേക്കണതിലെ ഏറ്റവും സൂപ്പർ മൂവ്മെൻ്റാണ്. ഒരു സ്വിസ് വാച്ച് കമ്പനിക്കോ ഒരു അമേരിക്കൻ കമ്പനിയോ ജർമ്മൻ വാച്ച് കമ്പനിക്കോ ഇതുവരെയ്ക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമ്മളുടെ ഏഷ്യൻ കമ്പനിയാണ് ആദ്യമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്നോളജി കുറച്ച് കടുത്തതാണെങ്കിലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ഒരു ന്യൂസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരയ്ക്കും നിങ്ങൾ ചാനൽ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലതാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക, അവരും കാണട്ടെ. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.